കറാച്ചിയുടെയും ഇസ്ലാമാബാദിന്റെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന്റെ ആഘാതത്തിൽ നിന്നും പാകിസ്ഥാൻ ഇനിയും കരകയറിയിട്ടില്ല. ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈനയുടെ സഹായത്തോടെ ആകാശത്ത് പുതിയൊരു കണ്ണ് തുറക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ ഇന്ത്യയെ നിരീക്ഷിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ കുറുക്കുവഴികൾ അവരുടെ തകർച്ചയുടെയും ഭയത്തിന്റെയും തെളിവാണ്. കഴിഞ്ഞ 16 മാസത്തിനിടെ കൃത്യമായി പറഞ്ഞാൽ 2025 ജനുവരി മുതൽ 26 ജൂൺ വരെയുള്ള കാലയളവിൽ 6 അത്യാധുനിക ഉപഗ്രഹങ്ങളാണ് പാകിസ്ഥാൻ ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത്. പൗസാറ്റ് 1, PRSC E-01, PRSS-2, HS-1, PRSC E-02, ഒടുവിലായി 2026 ഏപ്രിലിൽ വിക്ഷേപിച്ച PRSC E-03 എന്നിവയാണിവ. സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇവയെന്നാണ് പാകിസ്ഥാന്റെ വാദം. എന്നാൽ ഹൈ റെസൊല്യൂഷൻ ഒപ്റ്റിക്കൽ ഇമേജിംഗും AI അധിഷ്ഠിത ഇമേജ് പ്രോസസ്സിംഗുമുള്ള ഈ ഉപഗ്രഹങ്ങൾ ഉത്തരേന്ത്യയിലെയും ജമ്മു കാശ്മീരിലെയും നമ്മുടെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുമെന്നത് പകൽ പോലെ വ്യക്തമാണ്. പഴയ കാലങ്ങളിൽ വെടിനിർത്തൽ കരാറുകൾ കാട്ടി ഇന്ത്യയെ വട്ടം കറക്കാൻ നോക്കിയ പാകിസ്ഥാന്റെ തന്ത്രങ്ങളൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണല്ലോ. 2025 ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന് ശേഷം അവരുടെ പഴയ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുപോലും പ്രവർത്തിക്കാതായതോടെ അവർക്കിപ്പോൾ കടുത്ത ഭയമാണ്. ആകാശത്ത് കണ്ണുവെച്ച് ഇന്ത്യയുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ സൈനികമായ നിസ്സഹായ അവസ്ഥയാണ് കാണിക്കുന്നത്. തങ്ങളുടെ അതിർത്തിയിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നറിയാൻ പിടയ്ക്കുന്ന പാകിസ്ഥാന്റെ അവസ്ഥ പരിതാപകരം തന്നെയല്ലേ? ഇതിലെ യഥാർത്ഥ ഭൗമരാഷ്ട്രീയം വേറെയാണ്. പാകിസ്ഥാന് സ്വന്തമായി ഒരു ഉപഗ്രഹം പോലും വിക്ഷേപിക്കാനുള്ള ശേഷിയില്ല എന്ന് നമുക്കറിയാമല്ലോ. ചന്ദ്രനിൽ ഇന്ത്യയുടെ കൊടി പാറി പറക്കുമ്പോൾ കൊടിയിൽ മാത്രം ചന്ദ്രനുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ 6 ഉപഗ്രഹങ്ങളും ബഹിരാകാശത്ത് എത്തിച്ചു കൊടുത്തത് ചൈനീസ് റോക്കറ്റുകളാണ്. ചൈനയുടെ സാങ്കേതിക സഹായമില്ലാതെ പാകിസ്ഥാൻ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചുരുക്കത്തിൽ ചൈനയുടെ ഒരു പാവയായി മാറി ഇന്ത്യയെ നിരീക്ഷിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുമ്പോൾ അത് വെറും ഉപഗ്രഹ വിക്ഷേപണമല്ല, മറിച്ച് ഏഷ്യയിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ചൈന പയറ്റുന്ന തന്ത്രമാണ്. എന്നാൽ ബഹിരാകാശത്ത് ഇവർ എന്ത് തന്ത്രം മെനഞ്ഞാലും ഇന്ത്യയുടെ മുന്നേറ്റം തടയാൻ ഒരു പാകിസ്ഥാനും കഴിയില്ല. ഏതൊക്കെ ഉപഗ്രഹങ്ങൾ വിന്യസിച്ചാലും എന്ത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും ഭാരതത്തിന്റെ സൈനിക ശക്തിയെ തകർക്കാൻ ആർക്കും കഴിയില്ല. കാരണം സൈനിക ശക്തിയിലായാലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലായാലും ഇന്ത്യയെ പിടിച്ചുകെട്ടാൻ ചൈനയും പാകിസ്ഥാനും കൂടെ ഒരുമിച്ച് മുക്കിയാലും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ചൈനയുടെ തോളിലേറിയുള്ള പാകിസ്ഥാന്റെ ഈ ബഹിരാകാശ മുന്നേറ്റം അവരുടെ വളർച്ചയല്ല, മറിച്ച് ഇന്ത്യൻ സൈനിക നീക്കങ്ങളെ കുറിച്ചുള്ള അവരുടെ കടുത്ത ഭയമാണ് വിളിച്ചോതുന്നത്. കറാച്ചിയിലിരുന്ന് ഭയന്ന് വിറയ്ക്കുന്നവർക്കുള്ള മറുപടി നമ്മുടെ സൈന്യം അതിർത്തിയിൽ നൽകിക്കൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.